ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? കഴിഞ്ഞ വർഷം ഒക്കെ എൻ്റെ വീഡിയോ കണ്ടിരുന്നവർക്കറിയാം, ഇതൊരു പൂജയുടെ വീഡിയോ ആണ്. അതായത് ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഇവിടെ ശ്രാവണ മാസം സ്റ്റാർട്ടായി, ഈ മാസത്തിൽ ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ എന്നിപ്പോൾ റീസെൻ്റായിട്ടൊക്കെ കണ്ടു തുടങ്ങിയവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിതൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 5 വർഷം നമ്മൾ നിർബന്ധമായിട്ടും സാധാരണ വീടുകളിൽ നിർബന്ധമായിട്ടും ചെയ്തു വരുന്നൊരു പൂജയാണ്. അതായത് ഈ ശ്രാവണ മാസത്തിൽ 4 ചൊവ്വാഴ്ച പൂജ ഉണ്ടാവും. അതായത് മംഗളഗൗരി എന്നാണ് ഈ പൂജയുടെ പേര്. പക്ഷേ ആ പൂജ ചെയ്യണമെന്ന് അങ്ങനെ ഒരു കമ്പൽസറി എന്ന് ഞാൻ പറയില്ല, പക്ഷെ ചെയ്തു വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു അത് ചെയ്യാം. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ. പക്ഷെ അതിനകത്ത് എന്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബുക്കുണ്ട്, ആ ബുക്കിനകത്ത് ഈ ഒരു ദേവിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്റ്റോറി വായിച്ചുകൊണ്ടാണ് സാധാരണ ആൾക്കാർ പൂജ ചെയ്യുക. പക്ഷേ എനിക്ക് കന്നഡ വായിക്കാൻ അറിയില്ല. അപ്പം നമ്മുടെ പൂജ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും അശ്വിനും ഒരുമിച്ചാണ് ചെയ്യുക. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും, അശ്വിൻ ഇത് വായിക്കും, ബുക്ക് വായിക്കും. അങ്ങനെയാണ് നമ്മൾ ഇത്രയും വർഷം, ഇതെൻ്റെ 5ാമത്തെ വർഷമാണ്. ഈ 4 വർഷം നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തു വന്നത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മാസം നോൺ വെജ് കഴിക്കാറില്ല. പിന്നെ എന്താ പറയുക, ഞാൻ ഒരു 3 വർഷം, ഇതിൻ്റെ 4ാമത്തെ വർഷം ഇവിടെ, 1 വർഷം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അതായത് കൺമണി ജനിച്ചിട്ട് കൺമണി മെയിൽ ജനിച്ചു, പിന്നെ ഓഗസ്റ്റിൽ പൂജ വന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പയ്യന്നൂരായിരുന്നു. ബാക്കി 4 വർഷം ഇവിടെ ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ ഞാനൊരു പൂജനെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, എനിക്ക് ഈ ഇടയ്ക്ക് ഒരാൾ കമൻറ്റ് ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ലൊരു ദിവസമല്ലേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും പുതിയ പുതിയ കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും വേറെ വേറെ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, വേറെ നാട്ടിൻ്റെ വിശേഷമൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വിശേഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ രാവിലെ ഇൻട്രൊഡക്ഷൻ എടുത്തപ്പോൾ എഴുന്നേറ്റ ഉടനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്തു, കുളിച്ചു, റെഡി ആയിട്ടുണ്ട്. കാരണം നമ്മളിവിടെ പൂജയ്ക്കൊക്കെ സാരി കൊടുക്കാറുണ്ട്. ഇതിവിടുത്തെ അമ്മയുടെ സാരിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ബ്ലൗസ് വെച്ചിട്ട് ഈ ഒരു സാരിയെ ഞാനൊന്ന് മാച്ച് ചെയ്തിട്ടുണ്ട്. സാരി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ അശ്വിൻ ജിമ്മിൽ പോയിട്ട്, ശരിക്കും പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ പൂജകളൊക്കെ ഒരു 6 മണിയൊക്കെ സാധാരണ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലെ പൂജ തുടങ്ങുമ്പോൾ എപ്പോഴും 9 മണിയാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വിൻ അന്നത്തെ ദിവസം ജിം മിസ് ചെയ്യത്തേ ഇല്ല. അശ്വിനടുത്ത് ജിം മിസ് ചെയ്യാൻ പറഞ്ഞാൽ അശ്വിൻ പറയില്ല, ഞാൻ പെട്ടെന്ന് വരുന്നൊക്കെ പറഞ്ഞിട്ട് പോവേ. പക്ഷെ എന്നാലും അവൻ വരുമ്പോഴേക്ക് 8:45 ആവും. അപ്പോൾ നമ്മുടെ പൂജ സാധാരണ ലേറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്ര ലേറ്റായിട്ട് പൂജ ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റുമോ വേണമല്ലോ. കാരണം നമുക്ക് ഒരാൾ വായിക്കാൻ വേണം. അപ്പോൾ എനിക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അതായത് പൂജ റൂം മൊത്തത്തിൽ ഒന്നും അലക്കിയിട്ടേ ഇല്ല, മൊത്തത്തിൽ കാലിയാണ്. ഞാൻ കുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കുളിച്ചിപ്പോൾ റെഡിയായി. ഇനി നമുക്ക് ഒരുമിച്ച് അതൊക്കെ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, പോയാലോ നമുക്ക്. ഞാനിപ്പം ഇത് നമ്മുടെ ഇവിടുത്തെ ദേവിയുടെ ഫേസാണ്. നമ്മളിങ്ങനെ ഈ ദേവീനെ ഭയങ്കരമായിട്ട് സുന്ദരിയായിട്ട് നമ്മളിങ്ങനെ വെക്കണമെന്നാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു ഐലൈനർ ഉണ്ടായിട്ടില്ല. അപ്പം ഞാനിങ്ങനെ കാജൽ വെച്ചിട്ട് ഐബ്രോസും കണ്ണൊക്കെ എഴുതി. പക്ഷെ ശരിയായിട്ടില്ല കേട്ടോ, അത്ര ഭംഗിയിടോ എനിക്കറിയില്ല. പിന്നെ ലിപ്സ്റ്റിക്കിന് പകരം ഞാൻ കുങ്കുമം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്കൊരു പൊട്ടും വെച്ച് കൊടുക്കണം. ഇപ്പോൾ വരാം. ഞാൻ ഒരു തുള്ളി വെള്ളം ഇട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ കുങ്കുമം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ಅರ್ಧ ಗಂಟೆ ತೊಡೋದು ದಾರ ಸಿಕ್ತಾ ಏನಪ್ಪ ದೀಪ. ಇದಕ್ಕೆ ಬೇಕಾದ್ರೆ ಬುಡಕ್ಕೆ ಒಂದು 5 ಸಣ್ಣ 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 ಬಾಕ್ಸಲ್ಲಿ ಇದೆ. ಮತ್ತೆ ನೀನೇ ಹೇಳ್ಬೇಕಂತೀಯ. അപ്പോൾ ദേവിയുടെ ഇത് നമ്മൾ എന്നും പൂജ ചെയ്യുന്ന ദേവിയല്ല. ഇത് നമ്മൾ ഇതുപോലത്തെ ഒക്കേഷന് വേണ്ടി മാത്രം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ താഴെ നമ്മളൊരു സിൽവറിൻ്റെ ഒരു കുടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെറ്റില വെച്ചിട്ട്, അതിൻ്റെ മുകളിൽ തേങ്ങ വെച്ചിട്ട്, അതിൻ്റെ മുകളിലാണ് നമ്മൾ ദേവീനെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മൾ ദിവസവും പൂജ ചെയ്യുന്ന നമ്മുടെ ദേവി. അപ്പോൾ ആ ദേവീനെ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ഡെക്കറേഷനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഇനി കുറച്ചുകൂടി ഇതുപോലത്തെ വിളക്കൊക്കെ കത്തിക്കണം. അപ്പോൾ അതിനൊക്കെ ഇനി സെറ്റ് ചെയ്യണം. പിന്നെ ഫ്ലവറും ഫ്ലവറല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കിപ്പം സെറ്റ് ചെയ്യാം. ഈ അരളിപ്പൂ ഇവിടെ എല്ലാ ദിവസവും യൂസ് ചെയ്യാറില്ല, പക്ഷേ പ്രധാനപ്പെട്ട പൂജകൾക്കൊക്കെ നമ്മളിതിവിടെ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഇവരിത് വിശേഷപ്പെട്ട പൂവാണ് കേട്ടോ പറയാം. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പൂ കണ്ടപ്പോഴാണ് എനിക്ക് നമ്മുടെ നാട്ടിൽ സംഭവിച്ചതൊക്കെ ഓർമ്മ വന്നത്. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഇവരോട് പറയായിരുന്നു, ഇത് കഴിച്ചിട്ട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അറിയാം ഇത് ഭയങ്കര വിഷമുള്ളൊരു ഫ്ലവറാണെന്ന് അറിയാം. പക്ഷെ നമ്മൾ ഈ ഒരു പൂജകൾക്ക് മാത്രം, പ്രത്യേകിച്ച് ദേവീ പൂജകൾക്ക് ഇത് വളരെ വിശേഷപ്പെട്ടൊരു പൂവാണെന്നാണ് ഇവിടെയൊക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മാത്രം നമ്മളിത് വാങ്ങിച്ചുകൊണ്ടത്. പിന്നെ ഈ ഒരു സീസണിൽ മറ്റേ നമ്മുടെ പൂവിൻ്റെ റേറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു ഇവിടെ. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് സീസണാണ്. ഇനിയിപ്പോൾ ദീപാവലി വരെ നമുക്കെല്ലാം പൂജകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക, ഈ പൂക്കളൊക്കെ വളരെ ചെറിയ പൈസയ്ക്ക് ഇവിടെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്നാണ് പൂക്കളൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ ഇവിടെ ഗോൾഡൊക്കെ വെച്ച്, നമ്മൾ ദേവിക്ക് ഗോൾഡൊക്കെ വെക്കും. ഒരു വള ഇവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു നെക്ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ദേവീനെ മാക്സിമം നമ്മൾ സുന്ദരിയായിട്ട് വെക്കുന്നതാണ് കേട്ടോ നമ്മുടെ വിശ്വാസം. നമ്മൾ ഇതുപോലെ 5 ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്രൂട്ട്സ് വാങ്ങിക്കും. എന്നിട്ട് അത് നമ്മൾ ദേവിയുടെ മുന്നിൽ വെക്കും കേട്ടോ. 5 വെറൈറ്റി. അതിൽ പൈനാപ്പിൾ ഭയങ്കര ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ പറയണേ. അതുകൊണ്ടാണ് നമ്മൾ ദേവി പൂജകൾക്ക് സാധാരണ പൈനാപ്പിൾ വെക്കാറുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ പഴം ഇത്രയും, അതായത് ഒരു 9 അല്ലെങ്കിൽ 12 അതുപോലത്തെ ഇങ്ങനത്തെ ഒരു പൊട്ടിക്കാത്തൊരു എന്താ തന്നെ പറയുക, ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ മുകളിലൊരു ഇതൊരു കൊപ്രയാണ് നമ്മുടെ, അതിൽ അടയ്ക്കുണ്ട്, ഉണങ്ങിയ അടക്ക, പിന്നെ വെറ്റില, 2 വെറ്റിലയിൽ ഇങ്ങനെ നമ്മൾ നാട്ടിൽ നമ്മൾ ദക്ഷിണയൊക്കെ കൊടുക്കില്ലേ, അതുപോലെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ദക്ഷിണ പോലെ നമ്മൾ ഇതും ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ കൂടെ വെക്കുകയാണ്. ഇനി നമുക്കിത് ദൈവത്തിൻ്റെ മുന്നിൽ വെക്കാം. ഇനി ഇതൊക്കെ നമ്മൾ നാളെ മാത്രമേ ഇന്ന് എടുക്കുള്ളൂ കേട്ടോ. ഇന്ന് എടുക്കില്ല. ഇന്ന് വൈകുന്നേരം നമ്മൾ പൂജ ചെയ്യും. എന്നിട്ട് നാളെ രാവിലെയാണ് ഇതൊക്കെ എടുത്ത് മാറ്റാം. ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 5 തരത്തിലുള്ള 5 ആൾക്കാർക്ക് കൊടുക്കാനുള്ള ദക്ഷിണയാണ്. ഇപ്പം തൽക്കാലം നമ്മൾ പുറത്തുനിന്ന് ആരെയും വിളിക്കാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ ഈ ദക്ഷിണ കൊടുക്കും നമ്മൾ. ഇത് നമ്മൾ നെയ്യിൽ ഉണ്ടാക്കിയ വിളക്കാണ് കേട്ടോ. ഇത് നെയ്യാണ്, ഇത് എണ്ണയല്ല. അപ്പം നമ്മൾ ഈ നെയ്യ് വിളക്കും കൂടെ ദിവസവും നമ്മളിവിടെ നെയ്യ് വിളക്ക് കത്തിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ ഒക്കേഷണലി കത്തിക്കുന്ന ഒരു കളസ എന്നാണ് കേട്ടോ ഇതിനൊക്കെ ഇവിടെ പറയാം. അശു വായിക്കുന്നു, കണ്ണു ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് അരി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പൂജ ജസ്റ്റ് കഴിഞ്ഞു കേട്ടോ. പൂജ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ. അശ്വിന് വായിക്കാൻ എനിക്ക് തോന്നുന്നു 15 മിനിറ്റ് പോലും വേണ്ട. കാരണം പെട്ടെന്ന് വായിക്കും, മനസ്സിൽ വായിക്കാം കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് വായിക്കുക. അവൻ പറയുന്നത് ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ അവനെ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ അറേഞ്ച്മെൻറ്റ്സിനൊക്കെയാണ് കുറച്ചുകൂടി സമയം അധികം പോവുക. അതുകൊണ്ട് തന്നെ ഒരു 3/4 മണിക്കൂർ മാക്സിമം മതി കേട്ടോ. അപ്പം അതിനുശേഷം നമ്മളെപ്പോഴും ഒരു സ്വീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. കാരണം ദൈവത്തിന് നമ്മൾ സ്വീറ്റ് അവിടെ വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ഞാനും സ്വീറ്റ് വിട്ടിട്ടുള്ളൊരു 21 ഡേ ചാലഞ്ച് ആയതുകൊണ്ട് തന്നെ പിന്നെ അശ്വിനും സ്വീറ്റ് കഴിക്കാറില്ല. അതുകൊണ്ട് ഇന്ന് തട്ടിക്കൂട്ടി അമ്മ ഒരു റവയൊക്കെ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കി. അതാണ് നമ്മൾ ഇന്ന് ദൈവത്തിനായിട്ട് സ്വീറ്റായിട്ട് വെച്ചത് കേട്ടോ. കാരണം സാധാരണ വീടുകളിലൊക്കെ ഹോളിക എന്ന് പറഞ്ഞ ഒരു സ്വീറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ലാസ്റ്റ് ഇയർ ഹോളികയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ ഈ വർഷം നമ്മൾ ആരും അത് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അത് നമ്മൾ സ്കിപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാന്നുള്ള രീതി ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ കൂടി നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.